ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയന റൂമിലിരുന്ന് എന്തൊക്കെയോ ഡിസൈനൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. പുറകിൽ കൂടെ വരുന്ന ആദർശ് നയനെ കെട്ടിപ്പിടിക്കും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ വിടുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. അന്നേരത്തിന് ആദർശ് പറയും, അതല്ല, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. പറയും, നമ്മൾ ഈയിടെ യാത്ര പോകണമെന്ന് പറഞ്ഞില്ലേ, ആ യാത്ര മുടങ്ങിപ്പോയ യാത്രയല്ലായിരുന്നു, അത് വീണ്ടും പൊക്കോളാൻ അമ്മ സമ്മതിച്ചെന്ന് പറയും. സമ്മതിച്ചോ എന്ന് ചോദിച്ച് നയനയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തിൽ ആദർശ് നയനെ എടുത്ത് പൊക്കി വട്ടം കറക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നവി അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് നവി അങ്ങോട്ട് ഓടി വരും. ആദർശ് ഉടനെ നയനെ അങ്ങ് താഴെ നിർത്തും. എന്താ ആദർശട്ടായി കാണിക്കുന്നത്, അവൾക്ക് വയ്യാത്തതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നയന പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നാളായില്ലേ, എല്ലാം മുറിവൊക്കെ കരിഞ്ഞെന്ന് പറയും. എന്നാലും ഇതെന്തായിരുന്നു ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കും. പറയും, സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ഇവൾ പറയും. പിന്നെ ഞാൻ ഇവളെ താഴെയൊന്നും എടുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആദർശ് വെളിയിലോട്ട് ഇറങ്ങി അങ്ങ് പോകും. അന്നേരം നവി ചോദിക്കുക, എന്താ ഇത്ര സന്തോഷത്തിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞങ്ങളുടെ യാത്ര മുടങ്ങിപ്പോയില്ലായിരുന്നു, ആ യാത്ര വീണ്ടും പോകാനായിട്ട് അമ്മ സമ്മതിച്ചെന്ന് പറയും. അമ്മായി സമ്മതിച്ചോ എന്ന് ചോദിക്കും. അമ്മ പൂർണ്ണ സമ്മതത്തോടെ അല്ല പറഞ്ഞെങ്കിൽ പോലും മുത്തശ്ശനും മുത്തശ്ശിയും ആവശ്യപ്പെട്ടതിനനുസരിച്ച് അമ്മ സമ്മതിച്ചെന്നേ ഉള്ളൂ, എന്നാലും യാത്ര പോകാമെന്നാണ് ആദർശേട്ടൻ പറഞ്ഞെന്ന് പറയും. നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്നൊക്കെ നവി ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്ലാൻ ചെയ്തില്ല, എല്ലാം ആദർശേട്ടൻ വന്നിട്ടേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള ഒരു ജീവിതം. എന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അഭി എങ്ങോട്ടും കൊണ്ടുപോയിട്ടൊന്നുമില്ല. നിൻ്റെ ഒരു ഭാഗ്യം ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് തന്നെയാണ് എന്നൊക്കെ നവിയ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അപ്പം നയന പറയും, സാരമില്ല, നീ പ്രാർത്ഥിക്ക് ചേച്ചി, പ്രാർത്ഥിച്ചാൽ മതി, അഭിയും നേരെ ആയിക്കോളൂ എന്നൊക്കെ പറയും. ഒരു ദൈവത്തിനും അവനെ ഒന്നും നേരെയാക്കാൻ പറ്റത്തില്ലെന്ന് നവി അങ്ങ് സങ്കടപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത വലിയൊരു നന്മയല്ലേ, അത് ആദർശേട്ടനോ അച്ഛനോ ആർക്കും, മുത്തച്ഛനും മുത്തശ്ശിക്കും ഒന്നും മറക്കാൻ പറ്റത്തില്ല. അത് കാരണമാണ് അവരെല്ലാം നിൻ്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നതെന്നും പറയുന്നുണ്ട്. നിനക്ക് കിട്ടിയൊരു ചാൻസാണ് ഇത്, മാക്സിമം നീ അടിച്ചു പൊളിച്ച് വരണം. ഞാനൊരു കുഞ്ഞിനെ വയറ്റിലിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടാകണമെന്നാണ് ഈ വീട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ആ സന്തോഷ വാർത്ത എത്തിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നവി അങ്ങ് ഇറങ്ങിപ്പോവും. ഇപ്പം നയനെ അങ്ങ് നാണത്തോടെ ഓരോന്നാലോചിച്ച് ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. നവി റൂമിലേക്ക് ചെല്ലുമ്പോൾ അഭി ഉറങ്ങിയിരിക്കുന്നു. അന്നേരം നവിയെ പറയും, ഇവൻ്റെ ഒരു ഉറക്കം കിടക്കുന്ന കണ്ട പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്നേ, ഇനി അടുത്ത ഇര ആരാണെന്ന് അവൻ ഓർത്ത് ആലോചിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അഭിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പറയും, നീ അറിഞ്ഞോ ആദർശേട്ടനും നയനയും കൂടെ നാളെ രാവിലെ യാത്ര പോവുകയാണെന്ന് പറയും. ഇത്ര പെട്ടെന്നോ, അമ്മായി അതിന് സമ്മതിച്ചോന്ന് ചോദിക്കാം. അതെ, അമ്മായിയൊക്കെ സമ്മതിച്ചെന്ന് പറയും. നീ ഇതുവരെ എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കൊണ്ടുപോയി, അന്ന് എന്നെ കൊല്ലാൻ വേണ്ടിയില്ലേ നീ കൊണ്ടുപോയെന്ന് പറയും. അപ്പോൾ അഭി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ആ ഗുണ്ടയ്ക്കപ്പം നിന്നോട് പ്രേമോ, അല്ലായിരുന്നേ അന്നേ നീ അങ്ങ് തീർന്നേനം എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. നീ എൻ്റെ ഒരു ആഗ്രഹങ്ങളും സാധിച്ചു തരാറില്ല. നിൻ്റെ ചേട്ടനായ ആദർശേട്ടനാണെങ്കിൽ നയനെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുമെന്ന് പറയും. നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അതെ, ഞാൻ കണ്ടായിരുന്നു, ഇപ്പോൾ ആദർശേട്ടൻ നയനെ എടുത്ത് വട്ടം കറക്കുന്നത് ഞാൻ കണ്ടാന്ന് പറയും. ഞാൻ നീ എടുത്ത് നിന്നെ വട്ടം കറക്കിയിട്ട് വേണം നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കിടന്ന് വട്ടം കറങ്ങാൻ, അല്ലായിരുന്നെങ്കിൽ നീ അങ്ങ് ചെയ്തേനം. ഇതിപ്പം നീ എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ നീ എന്നെ എടുത്തിട്ട് വട്ടം കറക്കുക തന്നെ ചെയ്യും. നീ വെറുതെ നിൻ്റെ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് ജീവിക്കുന്നതാണ്, അല്ലാതെ നിന്നെക്കൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് നവി അങ്ങ് ദേഷ്യപ്പെടും. അതെങ്ങനെയാണ്, മാലയിട്ട് വ്രതമെടുത്ത് മലയ്ക്ക് പോകാനായിട്ട് നിന്ന് നീ അയ്യപ്പനെ വരെയും കളിപ്പിച്ചവനാ, പിന്നെ നിനക്ക് എങ്ങനെ നന്മയുണ്ടാകാനാന്നൊക്കെ ചോദിക്കും. അപ്പോൾ അഭി മനസ്സിലോർക്കുന്നുണ്ട്, ഇവള് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണേന്ന് മനസ്സിലോർത്തുകൊണ്ടാണല്ലോ ഞാനന്ന് മാലയിട്ടിട്ട്, എന്നിട്ട് ഭഗവാൻ എനിക്ക് ഒരു ദർശനം പോലും തന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശം നയനയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതായിട്ട് കാണിക്കുന്നു. അന്നേരം ആദർശ് നയനയോട് പറയുന്നുണ്ട്, അമ്മ ഇത്ര പെട്ടെന്ന് ഈ കാര്യം സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലെന്ന്, അമ്മയ്ക്ക് നിന്നോടുള്ള വെറുപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, എന്നാലും അമ്മ ഇങ്ങനെ ഒരു അസുഖമൊക്കെ വന്നത് കാരണമായിരിക്കും ഇത്ര മാറ്റമൊക്കെ വന്നതെന്നൊക്കെ നയനയും പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണോ
അമ്മ കരൾ തന്ന പെൺകുട്ടിയെ തപ്പുന്നൊന്നുമില്ല എന്ന് ഇവർ പറയുമ്പോൾ ഇല്ല അങ്ങനെ അത് വിട്ടിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ ഒരു യാത്രയിലാണ്, അത് കഴിയുമ്പം വന്ന് കാണിച്ചോളാമെന്നാണ് പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനിടയിൽ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ദേവയാനി ഉറക്കത്തിൽ നിന്ന് ചാടി എണ്ണിക്കുന്നുണ്ട്. ദേവയാനി കണ്ട സ്വപ്നമായിരുന്നു അത്. പെട്ടെന്ന് ദേവയാനി ഫോൺ എടുത്ത് വെളിയിൽ വന്നിട്ട് പരിചയക്കാരിയായ ഒരു ഡോക്ടറെ വിളിക്കും. അന്നേരം ഡോക്ടർ ചോദിക്കുന്നത് എന്താടോ ഇപ്പോൾ ഈ രാത്രിയിലെന്ന്. അതല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതല്ല, എനിക്ക് കരൾ തന്ന പെൺകുട്ടി ഒരു യാത്ര പോവുകയാണ്, അപ്പോൾ ആ കുട്ടിക്ക് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല, ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായില്ലേ, ആ കുട്ടിക്ക് എവിടെ വേണേലും പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ താൻ പോകരുത്, തനിക്ക് അങ്ങനെ പോകാനുള്ളത്രയും ശാരീരികമായ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് പറയും. എനിക്കൊന്നും പോകാനല്ല ഡോക്ടറെ, ആ കുട്ടി പോകുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. ആ കുട്ടി പോയിട്ട് വരട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ ഉറപ്പ് പറയുമ്പോഴത്തേന് ദേവയാനിക്ക് സമാധാനമാകുന്നുണ്ട്. നയന ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാണ്. ആ സമയത്ത് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. നയന ചോദിക്കുക എത്ര ജോഡി ഡ്രസ്സ് എടുക്കണം ആദർശ് ഇട്ടാന്ന്. എന്തായാലും ആ ബാഗിനകത്ത് നിറച്ച് കൊള്ളുന്നത്രയും ഡ്രസ്സ് എടുത്തോളാൻ പറയും. അതെന്തിനാ അത്രയും ഡ്രസ്സ് എടുക്കുന്ന ചോദിക്കും. അതല്ല, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേന് നിനക്ക് അമ്പലത്തിലൊക്കെ പോകണമായിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോക്ക് നടക്കുകയില്ല, അപ്പം വേറെ ഡ്രസ്സ് ഇടണ്ടേ. പിന്നെ തണുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു 10-10:30 ആകുമ്പോഴത്തേന് വെയിലാകും, അന്നേരം പിന്നെ വേർക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഡ്രസ്സൊക്കെ മാറേണ്ടി വരും, അതുകൊണ്ട് ആവശ്യത്തിന് ഡ്രസ്സ് എടുത്തോളാൻ പറയും. ശരി ആദർശേട്ടാന്ന് പറഞ്ഞ് നയന എല്ലാ തുണിയൊക്കെ എടുത്ത് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയും ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതുപോലെ ടൂറൊക്കെ പോകുമ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി വേണം പോകാൻ. ഈ പ്രാവശ്യം നമ്മൾ രണ്ടുപേരും തന്നെയാണ് പോകുന്നത്. നമ്മൾ ഈ പ്രാവശ്യം പോകുമ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. നവിയേച്ചിക്കാണെങ്കിലും സങ്കടമായി കാണും, പിന്നെ അനാമികയ്ക്കും വിഷമമുണ്ടാകുമെന്ന് പറയും. ഉടനെ ആദർശ് പറയുന്നുണ്ട് നവിയുടെ കാര്യം വിട്, അവൾ പ്രഗ്നൻ്റ് അല്ലേ, അത് കാരണം അവൾക്ക് അങ്ങനെ യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അനാമിക, അവളുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു പോലുമില്ല, അവൾ ഈ കുടുംബത്തിന് പറ്റിയൊരു പെണ്ണേ അല്ല. അനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ആ വിവാഹം. അനി ഇവളെ എവിടെ വേണേലും കൊണ്ടുപോകുമായിരുന്നു, പക്ഷേ അനിയൊന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ അവൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ കല്യാണ ശേഷം എന്തെല്ലാം പൊരുത്തക്കേടുകളുണ്ടായിരുന്നു, അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നീ സ്നേഹിച്ച് എല്ലാവരെയും കൂടെ നിർത്തിയ കാരണമല്ലേ നമുക്കിന്ന് നല്ലൊരു ജീവിതം ഉണ്ടായത്. അതുപോലെ ആകാനായിട്ട് അവൾ ശ്രമിക്കുന്നില്ലല്ലോ. അതെങ്ങനെ, അവളുടെ അച്ഛനും അമ്മയും എന്നും ശരിയല്ല, അവരാരും അവളെ ഉപദേശിക്കാറുമില്ല. വീട്ടിൽ ഉപദേശിക്കാൻ ആളില്ലാത്തവൻ പിന്നെ എന്ത് ചെയ്യാനാന്നൊക്കെ ആദർശ് പറയും. അവൾ കൊച്ചുകുട്ടിയല്ലേ ആദർശേട്ടാ, അതിൻ്റേതായ പക്വതക്കുറവൊക്കെ കാണുമെന്ന് നയന പറയുമ്പോൾ ആദർശ് പറയും അവൾ കൊച്ചുകുട്ടിയോ, നന്ദുവിൻ്റെ അത്രയും പ്രായമുണ്ട് അവൾക്ക്, പിന്നെ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് എന്നാ ഇതിനുമാത്രം പക്വതക്കുറവുണ്ടാകാനായിട്ട്. അവളുടെ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണം, അതുകൊണ്ട് അവളെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞിട്ട് അവരിറങ്ങി അങ്ങ് താഴേക്ക് വരുന്നുണ്ട്. അതിനിടെ നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ടന് കാപ്പി വേണോ, ഞാൻ വേണമെങ്കിൽ ഇട്ട് തരാമെന്നൊക്കെ പറയും. വേണ്ട, ഇനിയിപ്പോൾ നീ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ, ഇനിയിപ്പോൾ ചായ ഇടാനൊന്നും പോകണ്ട, അടുക്കള കയറണ്ട എന്നൊക്കെ പറയും. ഇവർ താഴെ വരുമ്പോഴത്തേന് ദേവയാനി ഇവർക്ക് രണ്ടുപേർക്കുള്ള ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട് കുട്ടികൾ യാത്ര പോകുമ്പോൾ ചായ കുടിച്ചേച്ച് പോട്ടെ, ഡ്രൈവൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞാണ് ചായയും കൊണ്ട് വരുന്നത്. എന്നിട്ട് ഇവർ താഴെ ഇറങ്ങി വരുന്നത് നോക്കി ചായയായിട്ട് നിൽക്കും. അമ്മ ഇത്ര പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. പിന്നെ ഞാൻ ചായ ഇടാതെ പിന്നെ ആരും ഇടാനാന്ന് ചോദിക്കുമ്പം നയന പറയും ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞതായിരുന്നു, ആദർശേട്ടൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാമേ ഞാൻ ഇടാഞ്ഞ്, അല്ലെ ഞാൻ രാവിലെ അടുക്കള കയറിയേനെന്ന് പറയും. എന്തായാലും ഞാൻ ചായ ഇട്ടല്ലോ, ഇനിയിപ്പോൾ ഈ ചായ കുടിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലമ്മേ, അമ്മ ഇട്ട ചായയല്ലേ എന്ന് പറഞ്ഞ് ആദർശം നയനയും കൂടെ ആ ചായ മേടിച്ച് കുടിക്കും. പിന്നെ ഭാര്യ അടുത്തുണ്ടെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതൊന്നും ഡ്രൈവ് ചെയ്യരുത്, ശ്രദ്ധയോടെ വേണം വണ്ടി ഓടിക്കാനായിട്ട്, പിന്നെ എവിടെ ചെന്നാലും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആദർശ് ചോദിക്കും അമ്മേ, ഞാനൊരു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അപ്പം പിന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോയെന്ന്. അതല്ല, ഞാൻ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ടെൻഷനാണെന്ന് പറയും. അപ്പോൾ ദേവയാനിയോട് നയന പറയും എന്നാൽ അമ്മയും കൂടെ പോരാൻ. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പം ദേവയാനി പറയും അത് മനസ്സോടെ വിളിച്ചതാണെന്ന് എനിക്കറിയാം, എന്നാലും വിളിച്ചല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ പറയും. എന്നിട്ട് ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ട്, കടുപ്പമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതന്നെ നയന പറയും നല്ല ചായ അമ്മേ,
കടുപ്പമൊക്കെ പാകത്തിനുണ്ടെന്ന് പറയും. അതിന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, എൻ്റെ മോനോടാ ചോദിച്ചെന്ന് പറയും. ഉടനെ ആദർശം പറയുന്നുണ്ട്, നല്ല ചായ അമ്മയെന്ന്. ഡ്രൈവൊക്കെ ചെയ്യേണ്ടതല്ലേ, അത് കാരണം ഞാൻ ഇച്ചിരി കടുപ്പം കൂട്ടിയിട്ടുണ്ടെന്ന് പറയും. ഉറക്കം വരാതിരിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ പറയും, അതെന്തായാലും നന്നായി അമ്മേ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചായ ഇടാതിരുന്നെന്നൊക്കെ നയനയും പറയുന്നുണ്ട്. എന്നാൽ ഇറങ്ങാൻ നോക്ക്, ഒത്തിരി താമസിക്കണ്ട, ട്രാഫിക്കൊക്കെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇവിടുന്ന് അങ്ങ് പോകാൻ പറ്റുമല്ലോ, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെയും നയനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ദേവയാനി. ഇവർ കാറ് കയറുന്നത് നോക്കി നിൽക്കുകയാണ് ദേവയാനി. അന്നേരം ദേവയാനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അത് പോകാൻ നേരത്ത് തിരിഞ്ഞു നോക്കുന്ന നയനെ കാണുന്നുണ്ട്. നയനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം നയനെ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് ദേവയാനി. കാറിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും നയന ആദർശിനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരുടെ പോകുന്നത് എന്തായാലും അമ്മയ്ക്ക് അത്രയ്ക്ക് സഹിച്ചിട്ടില്ല, വിഷമമായെന്ന് തോന്നുന്നു, മോൻ്റെ കൂടെ ഞാനല്ലേ പോകുന്നെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എന്തൊക്കെയായാലും നമുക്കിത് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണ്, നമുക്കിത് മാക്സിമം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഇവർ വണ്ടി വിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവരുടെ വണ്ടി പോകുന്ന സമയത്ത് ദേവയാനി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.